കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്കും കുടുംബത്തിനുമെതിരെ 100 കോടിയിലധികം രൂപയുടെ ഭൂമി കയ്യേറ്റ ആരോപണവുമായി ബി.ജെ.പി. രംഗത്ത്. കർണാടകയിൽ ഖാർഗെ കുടുംബത്തിന്റെ ഉടമസ്ഥയിലുള്ള സിദ്ധാർത്ഥ് വിഹാർ ട്രസ്റ്റ് വഴി പാവപ്പെട്ടവരുടെ ഭൂമിയും വ്യവസായ ഭൂമിയും അനധികൃതമായി തട്ടിയെടുത്തുവെന്നാണ് ബി.ജെ.പിയുടെ ആരോപണം. നന്ദനുണ്ട് ഈ പ്രധാനപ്പെട്ട വാർത്തയുടെ ഏറ്റവും നിർണായകമായ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ. നന്ദൻ, വലിയൊരു ഭൂമി കുംഭകോണമാണോ ഇപ്പോൾ ഈ മല്ലികാർജ്ജുൻ ഖാർഗെക്കെതിരെ ഉയർന്ന ആരോപണത്തിന് പിന്നിൽ? എന്താണ് ഈ ബി.ജെ.പി. പറയുന്നത്? എങ്ങനെയാകും ഇതിനെ പ്രതിരോധിക്കുക? മല്ലികാർജ്ജുൻ ഖാർഗെ എന്തെങ്കിലും ഉരിയാടിയിട്ടുണ്ടോ ഈ വിഷയത്തിൽ? അശ്വതി, കർണാടകയിലെ ഭരണ സ്വാധീനം ഉപയോഗിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയും മകനും സംസ്ഥാന മന്ത്രിയുമായ പ്രിയങ്ക് ഖാർഗെയും വൻ ഭൂമികൊള്ള നടത്തിയതാണ് ബി.ജെ.പി. ആരോപിക്കുന്നത്. ഖാർഗെ, അതേപോലെ തന്നെ ഭാര്യ, മകൻ, മരുമകൻ എന്നിവർ അംഗങ്ങളായ സിദ്ധാർത്ഥ വിഹാർ ട്രസ്റ്റ് എന്ന കുടുംബ ട്രസ്റ്റിന്റെ മറവിലാണ് കോടികളുടെ അഴിമതി നടന്നിരിക്കുന്നതെന്നാണ് ബി.ജെ.പി. വക്താവ് പ്രദീപ് ഭണ്ഡാരി ചൂണ്ടിക്കാണിക്കുന്നത്. നെഹ്റു കുടുംബം മുൻപ് തട്ടിയെടുത്തതിന് സമാനമായിട്ടുള്ള ഭൂമികൊള്ളയാണ് ഖാർഗെയും മകനും കർണാടകയിൽ ആവർത്തിക്കുന്നതെന്നാണ് ബി.ജെ.പി. ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഖാർഗെ കുടുംബം നടത്തിയത് 3 വ്യത്യസ്ത ഭൂമി ഇടപാടുകളാണ് ബി.ജെ.പി. ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. എയ്റോസ്പേസ്, ഡിഫൻസ് മേഖലകളിലെ ഗവേഷണത്തിന് എന്ന വ്യാജേനെ കർണാടകയിലെ ഇൻഡസ്ട്രിയൽ ഏരിയ ഡെവലപ്മെന്റ് ബോർഡ് മാറ്റിവെച്ച 5 ഏക്കർ വ്യാവസായിക ഭൂമി കോൺഗ്രസ് സർക്കാർ ഈ സ്വകാര്യ ട്രസ്റ്റിന് അനുവദിച്ചു എന്നതാണ് ഒന്നാമത്തെ ആരോപണം. 100 കോടിയിലധികം രൂപ വില മതിക്കുന്ന ഭൂമിയാണ് ഇത്തരത്തിൽ അധികാര ദുർവിനിയോഗത്തിലൂടെ ട്രസ്റ്റ് സ്വന്തമാക്കിയത്. ഇതിനു പുറമെ ഗുൽബർഗയിൽ 19 ഏക്കർ സർക്കാർ ഭൂമിയും ഖാർഗെയുടെ സ്വകാര്യ ട്രസ്റ്റിന്റെ പേരിൽ എഴുതി ചേർത്തതായും ബി.ജെ.പി. ആരോപിക്കുന്നു. ഇവിടെ ഒരു വ്യാജ വിൽപ്പനക്കാരനെ രംഗത്തിറക്കിയാണ് ട്രസ്റ്റ് ഭൂമി സ്ഥിരമായി കൈക്കലാക്കിയത്. ഈ വിൽപ്പനക്കാരൻ ആരാണെന്ന് ഇന്നവരെ ആർക്കും അറിയില്ലെന്നും റോബർട്ട് വാദ്ര രാജ്യത്ത് നടത്തിയ സമാനമായ ഭൂമി കൈയേറ്റ രീതിയാണ് കർണാടകയിൽ ഖാർഗെയും കുടുംബവും നടത്തിയതെന്നും ബി.ജെ.പി. വിമർശിച്ചു. പാവപ്പെട്ടവർക്ക് അവകാശപ്പെട്ട ഭൂമി തങ്ങളുടെ സ്വാധീനം ഉപയോഗിച്ച് ഖാർഗെ കുടുംബം കവർന്നു എന്നുള്ളതാണ് വലിയ ആരോപണമാണ്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്കും കുടുംബത്തിനുമെതിരെ 100 കോടിയിലധികം രൂപയുടെ ഭൂമി കയ്യേറ്റ ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ബി.ജെ.പി. എന്തായാലും കർണാടകയിൽ ഇത് വലിയൊരു രാഷ്ട്രീയ കോളിളക്കത്തിന് തുടക്കമിട്ടിരിക്കുകയാണ്. ഖാർഗെ കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള സിദ്ധാർത്ഥ വിഹാർ ട്രസ്റ്റ് വഴി പാവപ്പെട്ടവരുടെ ഭൂമിയും വ്യവസായ ഭൂമിയും ഒക്കെ അനധികൃതമായി തട്ടിയെടുത്തു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. നന്ദനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.